നമസ്കാരം. പാലക്കാട് പട്ടാമ്പിയിൽ യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തൃത്താല പട്ടിത്തറ കാങ്ങാട്ടുപടി സ്വദേശി കൻകത്ത് പറമ്പിൽ KV പ്രവിയെ തൃത്താല ആലൂർ മൂലടിയിൽ സന്തോഷാണ് കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. ഇതിനിടെ പ്രവിയയ്ക്ക് വേറൊരു വിവാഹം നിശ്ചയിച്ചതാണ് കൊലയ്ക്ക് കാരണമായത്. ഏപ്രിൽ 29-നായിരുന്നു പ്രവിയയുടെ ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഉടമയാണ് സന്തോഷ്. പ്രവിയ ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്നു. ഈ സമയത്താണ് ഇരുവരും അടുപ്പത്തിലായത്. പ്രവിയ നേരത്തെ വിവാഹിതയായിരുന്നുവെങ്കിലും ഈ ബന്ധം വേർപെടുത്തിയിരുന്നു. ആദ്യ വിവാഹത്തിൽ പ്രവിയയ്ക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. സന്തോഷും വിവാഹിതനാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. എന്നാൽ പ്രവിയയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ പിണങ്ങിപ്പോവുകയായിരുന്നു. 6 മാസം മുൻപ് സന്തോഷിന്റെ കടയിലെ ജോലി പ്രവിയ മതിയാക്കിയിരുന്നു. പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറിന്റെ സഹായിയായി ജോലി കയറി. ഇതിനിടയിലാണ് പ്രവിയയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചത്. ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രവിയ സന്തോഷിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. കൊടുമുണ്ട തീരദേശ റോഡിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഇന്ന് രാവിലെ പ്രവിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പതിവ് പോലെ സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് ജോലിക്കായി പുറപ്പെട്ട പ്രവിയയെ വഴിക്ക് വെച്ച് സന്തോഷ് തടഞ്ഞു നിർത്തി ആക്രമിച്ചതാണ് പോലീസിന്റെ നിഗമനം. സ്കൂട്ടർ തടഞ്ഞ് പ്രവിയയെ കുത്തിവീഴ്ത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തെന്നാണ് നിഗമനം. പ്രവിയയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രവിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സന്തോഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് തുടക്കത്തിലെ തന്നെ സംശയം തോന്നിയിരുന്നു. തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. കൊല്ലപ്പെട്ടത് പ്രവിയാണെന്ന് വ്യക്തമായതോടെ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണത്തിലാണ് സന്തോഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയത്. പ്രവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സന്തോഷിനെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയ സന്തോഷിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.